ഈ കേരളത്തിലെ കുറേ കളി ആരാധകരെങ്കിലും വളരെ അസൂയയോടെ ഇത്തവണ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒക്കെ നോക്കിയിരുന്നു. അത് നോക്കി കണ്ടിരുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ സൗമ്യ സരിൻ്റെ പോസ്റ്റുകളാണ്. പ്രത്യേകിച്ച് കളി കാണാൻ നേരിട്ട് പോയി അവിടെ ആ കളിക്കളത്തിൽ ആവേശം നേരിട്ട് അനുഭവിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ചെറിയ കുശുമ്പ്. സൗമ്യ, ഇന്നത്തെ രാത്രി ഈ കളിയൊക്കെ കണ്ട ആ ആവേശം നേരിട്ട് അനുഭവിച്ച ശേഷം ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, ഇന്നത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അർജന്റീന ആരാധകയാണെന്ന് എനിക്കറിയാം, എന്താണ് ഇന്നത്തെ അവസ്ഥ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഒരു കളി കാണാൻ പോയ ആളുകളാണ്. പക്ഷെ ഈ ഒരു കളി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ കളിക്കളത്തില് ഇപ്പൊ ടിവിയുടെ മുമ്പില് നമ്മൾ എത്രത്തോളം ആവേശത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പലരും സ്ക്രീനിന്റെ മുമ്പിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ എത്ര ആവേശത്തിലായിരുന്നു കളി കാണുന്നത്. ഇപ്പൊ അത് ഞാൻ ടി വിയിൽ കാണാറുണ്ട്. പക്ഷെ ആ സ്റ്റേഡിയത്തിൽ പോയി നമ്മൾ നേരിട്ട് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എന്റെ ആദ്യത്തെ വേൾഡ് കപ്പാണ്. ഞാൻ ആ നേരിട്ട് കാണുന്ന ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് എനിക്കത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. അപ്പൊ ഞങ്ങൾ ഒരു കളി കാണാൻ ഈ ജോർദാനും അർജന്റീനയും തമ്മിലുള്ള ജൂൺ 27-ാം തീയതിയുടെ കളിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് കാണാൻ പോയത്. പക്ഷെ ആ കളി കണ്ടപ്പോൾ ഇനി ഒരു കളി കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അങ്ങനെ നമുക്ക് ഒന്ന് കണ്ടാൽ പിന്നെ ഒന്നിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ തിരിച്ചിട്ടുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ എന്തായാലും സെമിയൊക്കെ കാണുമ്പോൾ ലൈക്ക് ഫൈനലൊക്കെ എന്തായിരിക്കുമെന്ന് ഇവിടെ ഇരുന്ന് ഊഹിക്കാനേ പറ്റൂ. കാരണം ഇതിന്റെയൊക്കെ മുന്നേ ഉള്ള കളിയുടെ തന്നെ ഒരു ആവേശം ശരിക്കും ആ സ്റ്റേഡിയത്തിൽ നിന്ന് നേരിട്ട് കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്ന് ആ സ്റ്റേഡിയത്തിൽ എന്തായിരിക്കാം നടക്കുക എന്നുള്ളത് ഊഹിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട് സെമി ഫൈനലും ഫൈനലും ഒന്നും കാണാൻ പറ്റാതെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നതിൽ. ശരി.